ചോക്ലേറ്റ് കേക്ക് ഈസിയായി നമുക്ക് ഉണ്ടാക്കാം. ഇതിന് 3 ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് വേണ്ടത്. 1/4 കിലോ ബിസ്ക്കറ്റ്, 1 കപ്പ് പാല്, 1/2 കപ്പ് പഞ്ചസാര. ബൂർബൺ ബിസ്ക്കറ്റ് 1 പാക്കറ്റ്, മാരി ബിസ്ക്കറ്റ് 1 പാക്കറ്റ്, ഓറിയോ ബിസ്ക്കറ്റ് ഒരു ചെറിയ പാക്കറ്റ്. ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീം എല്ലാം എടുത്തിട്ട് ആണ് നമ്മൾ പൊടിക്കാനിടുന്നത്. ബാക്കി എല്ലാ ബിസ്ക്കറ്റും കൂടെ നന്നായി പൊടിച്ച് ഇതുപോലെ പൗഡർ ആക്കണം. പിന്നീട് പഞ്ചസാര എടുത്ത് 1/2 കപ്പ് പഞ്ചസാര എടുത്ത് നന്നായി പൊടിച്ച് വയ്ക്കണം. പൊടിച്ചതിനകത്ത് ഈ ബിസ്ക്കറ്റ് പൊടിയും ഇട്ട് നമ്മൾ 1 കപ്പ് പാലും അതിലേക്ക് ഒഴിച്ച് മിക്സിയിൽ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ലൊരു മാവ് രൂപത്തിൽ നമുക്കത് കിട്ടും. നമ്മുടെ ആവശ്യത്തിനുള്ള തിക്നെസ്. കുറച്ചുകൂടെ വേണമെങ്കിൽ ഒരു കട്ടിയായിട്ട് തോന്നുന്നെങ്കിൽ ഒരു 2 സ്പൂൺ പാലും കൂടെ ഒഴിക്കാവുന്നതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഈ ബേക്കിംഗ് പൗഡർ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും നമ്മൾ ഒഴിച്ച് നന്നായി ഒന്ന് ആ ബേക്കിംഗ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഈ മാവിലേക്ക് നമ്മൾ മിക്സ് ചെയ്യും നന്നായിട്ട്. ഇതുപോലെ എല്ലായിടത്തും ഈവനായിട്ട് ആ ബേക്കിംഗ് പൗഡർ പിടിക്കുന്ന പോലെ നന്നായി ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ് ആയി കഴിയുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം. നമ്മൾ കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. കുക്കറിൽ ബട്ടർ പേപ്പർ നന്നായി വിരിച്ച് വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇതിലേക്ക് നമ്മൾ കേക്കിൻ്റെ മാവ് ഒഴിച്ച് വെക്കണം. അത് ഒരുപോലെ വരുന്ന വിധത്തിൽ നമ്മളൊന്ന് സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് നിരത്തി കൊടുക്കണം. എന്നിട്ട് എയർ ബബിൾസ് പോകാൻ വേണ്ടി നമ്മൾ അത് കുക്കറൊന്ന് കുറച്ച് നേരം ഒന്ന് തട്ടി കൊടുക്കണം. അല്ല എങ്കിൽ അതിൽ കേക്ക് ഉണ്ടാകുമ്പോൾ കുമിളകൾ വന്ന് ഓട്ട വീഴുന്ന പോലെ ഇരിക്കും. നമ്മൾ ഒരു ദോശക്കല്ലെടുത്ത് നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്കാണ് നമ്മൾ ഈ കുക്കർ വയ്ക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 35-40 മിനിറ്റ് വരേക്കും ഇത് ചൂടാക്കിയെടുക്കണം. ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇത് കേക്കൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അത് മാവ് പറ്റി പിടിക്കുന്നില്ല എങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം. പിന്നീട് നമ്മൾ അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കമത്തിയിടാം. വളരെ എളുപ്പത്തിൽ ബട്ടർ നന്നായി തേച്ചിട്ടുള്ളതുകൊണ്ട് വേഗം തന്നെ അത് കമന്ന് വീഴും. ബട്ടർ പേപ്പറെല്ലാം എടുത്ത് മാറ്റാവുന്നതാണ്. വീണ്ടും അത് തിരിച്ചെടുക്കാനായിട്ട് ഇനി ഒരു പാത്രം എടുത്ത് ഇങ്ങനെ നമുക്ക് തിരിക്കാവുന്നതാണ്. നമുക്കതിനെ ഒന്ന് മേളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 ചോക്ലേറ്റ് എടുത്ത് 1 സ്പൂൺ പാലൊഴിച്ച് ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ മിഠായി വെച്ചിരിക്കുന്ന പാത്രം വെച്ച് ചൂടാക്കി അത് പതുക്കെ ആ മിഠായി ഉരുകി വരും. അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് പൗഡറും ചേർക്കാവുന്നതാണ്. കുറച്ചും കൂടെ കടും കളർ വരണമെങ്കിൽ ചോക്ലേറ്റ് പൗഡറും കൂടെ ചേർത്ത് ആ പേസ്റ്റ് പോലെയുള്ളത് നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊരുപോലെ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഒരു ഓറിയോ ബിസ്ക്കറ്റ് നമുക്ക് 1-2 ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് പൗഡറാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വിതറിയാൽ നമ്മുടെ കേക്കിനൊരു ഫിനിഷിങ് കിട്ടും.
നമുക്കിത് മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റായ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചോക്ലേറ്റ് കേക്ക് റെഡി ആയിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.